കഴക്കൂട്ടം സൈനിക നഗറിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് മേൽക്കൂര പറന്നുപോയത്. കുട്ടികളടക്കം 8 പേർ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ അപകടം. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരത്ത് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം സൈനിക നഗറിലാണ്. ഇവിടെ ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയ നിലയിലാണുള്ളത്. സംഭവ സമയം അതായത് രാത്രി 9:30-9:45 ശക്തമായ കാറ്റടിക്കുകയും മേൽക്കൂര പറന്നു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവ സമയത്ത് വീട്ടിൽ കുട്ടികളടക്കം 8 പേരോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീട്ടിലെ സാധനങ്ങളെല്ലാം മേൽക്കൂരയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിനടിയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. അവർ ഗർഭിണി ഉൾപ്പെടെയുള്ള കുടുംബമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആശങ്ക അവസ്ഥയിലുള്ളത്. അവർ അടുത്ത് ഉള്ള ഒരു വീട്ടിലേക്ക് നിൽക്കുകയാണുള്ളത്. കാറ്റ് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഈ ഹാളിലിരിക്കുകയായിരുന്നു. ഇരുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ എന്റെ വീടെല്ലാം മൊത്തം അങ്ങ് പറന്നങ്ങ് പോയി കാറ്റത്ത്. സംഭവ സമയം നിങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. കൊച്ചുങ്ങളും 3 ചെറുമക്കളും എന്റെ 2 പെൺമക്കള് 2 മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് അങ്ങ് മൊത്തത്തിൽ അങ്ങ് കാറ്റടിച്ച് മൊത്തം അങ്ങ് പോയി. എല്ലാം കറണ്ടും അതും ഇതും കറണ്ട് ഇല്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊന്നും ജീവനോടെ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം വിളിച്ചും കൊണ്ടിറങ്ങി വെളിയിലോട്ടും ഓടുകയാണ് ചെയ്തത്. സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് വേറെ ഒരു സൗകര്യം എല്ലായിടത്ത് വെക്കാൻ എല്ലാം അങ്ങോട്ടൊക്കെ മാറ്റി ടാർപ്പയൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്നു. 3-4 മാസമായ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു. അവർക്കിപ്പോ എല്ലാം അപ്പുറത്ത് വീട്ടിലടുത്ത് അയൽവക്കത്തുള്ളൊരു വീട്ടിലായിരുന്നു. വീട് തന്നെയാണ്. വീടാണെങ്കിലും പ്രമാണമൊക്കെ ലോണാക്കി വെച്ചൊക്കെയാണ് എന്റെ 2 പെൺമക്കളെ അയച്ചതും ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും. ഇപ്പൊ ലോൺ അടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ജപ്തി ചെയ്ത വക്കുവോളം എത്തി നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളൊരു ജീവിതമാണ് എനിക്കുള്ളത്. അയൽവക്കത്തുള്ള ഒരു വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്.